ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. തീർച്ചയായിട്ടും ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം US ഫെഡ് വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന തീരുമാനം നീട്ടിക്കൊണ്ടു പോകുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾക്ക് ഹോളിഡേ ആയിരുന്നു. ജിമ്മി കാർട്ടറിൻ്റെ ഫ്യൂണറലിനോടനുബന്ധിച്ചുള്ള ഹോളിഡേ ആയിരുന്നു. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെയും വീക്കായിരുന്നു, ഇന്ന് മോർണിംഗിലും വീക്കാണ്. ഇന്ത്യൻ മാർക്കറ്റും ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. നമ്മളിപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിഫ്റ്റിയും സെൻസസും വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നവംബർ 21 ഹിറ്റ് ചെയ്തിട്ടുള്ള 23,263.15 ആണ് നിഫ്റ്റിയുടെ റീസെൻ്റ് ആയിട്ടുള്ള ലോ. ഈ ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. സെൻസെക്സ് ആണെങ്കിൽ 76,802.73 ആണ് നവംബർ 21 ഹിറ്റ് ചെയ്ത ലോ. ഈ ലോ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു പക്ഷേ വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പ്രത്യേകിച്ച് Q3 റിസൾട്ട് അനൗൺസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. TCSൻ്റെ Q3 റിസൾട്ട് ഇന്നലെ വന്നിരുന്നു. റവന്യൂ സൈഡ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. പ്രോഫിറ്റ് ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. പക്ഷേ കഴിഞ്ഞ 9 വർഷത്തെ Q3 റിസൾട്ടുകൾ കമ്പയർ ചെയ്യാണ്. 9 വർഷത്തെ വേഴ്സ്റ്റ് ഗ്രോത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു Q3 റിസൾട്ടാണ് ഈ വർഷം TCS പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അടുത്ത വർഷം ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. എന്നിരുന്നാലും ഒരു പക്ഷേ TCS നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതകളാണ്. അതോടൊപ്പം തന്നെ ടാറ്റ എൽക്സിയുടെ റിസൾട്ടും വന്നിരുന്നു. Q2 നോക്കുകയാണെങ്കിലും ഇയർ 2 നോക്കുകയാണെങ്കിലും കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഒന്നും നേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കിലും ഒരു നെഗറ്റീവ് റിയാക്ഷൻ കണ്ടേക്കാം. ഒപ്പം മറ്റൊരു Q3 റിസൾട്ട് പുറത്തു വന്ന IREDA ആണ്. IREDA ഇൻ ലൈൻ വിത്ത് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷനേക്കാളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ്. തീർച്ചയായിട്ടും ഈ കമ്പനി ലോങ് റണ്ണിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം റിന്യൂവബിൾ എനർജി രംഗത്താണ് ഈ കമ്പനിയുടെ ഫിനാൻസിങ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ 3 റിസൾട്ടുകളാണ് ഇന്നത്തെ മാർക്കറ്റിലൊരു ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഗോൾഡ്മാൻ സാക്സ്, ജെഫ്രീസ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പറയുന്നത് 2025 മാർക്കറ്റിൽ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള കറക്ഷനൊക്കെ വന്നേക്കാന്നാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു സെൻറ്റിമെൻറ്റ് തന്നെയാണ് നമുക്കും ഇപ്പോഴുള്ളത്. കാരണം നമ്മുടെ Q3 റിസൾട്ടുകൾ അതുപോലെ തന്നെ Q4 റിസൾട്ടുകളൊക്കെ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലും അത്തരത്തിലുള്ള ഒരു മ്യൂട്ടഡ് സെൻറ്റിമെൻ്റ് ഒക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അമേരിക്കൻ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷനും ഏറ്റവും കൂടുതൽ ഗെയിനൊക്കെ നേടിയിട്ടുള്ളത്. 23, 24 ഒക്കെ. തീർച്ചയായിട്ടും ഈ വർഷം അതിനൊരു സ്റ്റോപ്പ് ഉണ്ടാവും എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനുള്ളത്. അത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് തീർച്ചയായിട്ടും മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ Q3 റിസൾട്ടുകൾ വരാൻ പോകുന്നത്, അതുപോലെ തന്നെ നമ്മുടെ റുപ്പി ഡിപ്രീസിയേഷൻ, US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ടുള്ള റുപ്പി ഡിപ്രീസിയേഷൻ, ഈ ഇവൻറ്റുകളാണ് ഇന്ത്യയിൽ ഒരു പക്ഷേ ഗ്ലോബൽ മാർക്കറ്റുകൾക്കൊപ്പം ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ടെമ്പററി ആയിട്ടാണെങ്കിൽ പോലും. ഇനി നമ്മൾ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് മറ്റെല്ലാ കമോഡിറ്റികളും ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. $2,698 പെർ ഔൺസ് ആണ് ഫെബ്രുവരി ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ $31.15 പെർ ഔൺസ് ആണ്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ $77.13 പെർ ബാരലാണ് ഇന്ന് മോർണിംഗിലുള്ളത്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ റാലി ചെയ്തിട്ടുള്ളൊരു കമോഡിറ്റി കോപ്പറാണ്. കോപ്പറും അതുപോലെ തന്നെ അലുമിനിയം, സിങ്ക് ഒക്കെ ഇന്നും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഏറ്റവും കൂടുതൽ റാലി ചെയ്തിട്ടുള്ളത് കോപ്പർ, സിൽവർ, ഗോൾഡൊക്കെയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ സെക്ടർ ഷെയർസിലൊക്കെ ഇന്ത്യയിലും കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള IPOs നോക്കുകയാണെങ്കിൽ ക്വാഡ്രൻറ്റ് ഫ്യൂച്ചർ ടെക് 91.96 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. NSE SMEയിലുണ്ടായിരുന്ന ഡെൽറ്റ ഓട്ടോ കോർപ്പ് 342.1 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. BR ഗോയിൽ ഇൻഫ്രാസ്ട്രക്ചർ BSE SME ആയിരുന്നു 118.08
ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. തീർച്ചയായിട്ടും ഈ IPOs ഒക്കെ ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇമാമി മെയിൽ ഗ്രൂമിംഗ് മാർക്കറ്റിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോവുകയാണ്. അടുത്ത 3-4 വർഷത്തിനുള്ളിൽ വലിയ രീതിയിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇമാമിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഒപ്പം നമ്മൾ മൈക്രോ ഫിനാൻസ് രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ മൈക്രോ ഫിനാൻസ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ് ബാങ്കിൽ മെർജ് ചെയ്തിട്ടുള്ള ബാങ്കുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ സംബന്ധിച്ചൊക്കെ വളരെ മോശം ന്യൂസാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരുപക്ഷെ നെഗറ്റീവ് റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസൊക്കെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗ്ലോബൽ സെൻറ്റിമെൻറ്റുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഒരു വൊളാറ്റിലിറ്റി തന്നെയാണ് മാർക്കറ്റിൽ. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇന്ന് Q3 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത് PCBL ഉണ്ട്, സെസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ജസ്റ്റ് ഡയലൊക്കെ ഉണ്ട്. നാളെ ഡിമാർട്ടിൻ്റെ Q3 റിസൾട്ടുകളും ഉണ്ട്. തീർച്ചയായിട്ടും ഈ റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ് തന്നെയാണ് നമുക്ക് അടുത്ത ആഴ്ചയിലും മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.